വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് യൂണിയൻ ബജറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. ബജറ്റ് 2025. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സുകൾ മാത്രമാണ് നോക്കുന്നത്. കാരണം എല്ലാം കൂടി ഇതിനകത്ത് പറയാൻ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ടൈം ലൈൻ തികയണമെന്നില്ല, ഒരുപാട് ലെങ്തി ആയി പോകും. പിന്നെ അതും കൂടാഞ്ഞിട്ട് അതിൻ്റെ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രീഫ് ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളൊരു സാധാരണക്കാരൻ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ടാക്സ് സ്ലാബിലുള്ള വേരിയേഷൻസ് ആദ്യമേ തന്നെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. 4 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ഒരു രീതിയിലുള്ള റിട്ടേൺസും ഫയൽ ചെയ്യേണ്ടതില്ല. 4 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 12 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് റിബേറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ടാക്സ് ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 12 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഒരു പുതിയ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് വളരെ നല്ല വിഷയമാണ്. മിഡിൽ ക്ലാസ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമമാണ് ഈ ഒരു ടാക്സ് ഇളവ് കൊടുക്കുന്നതിലൂടെ സെൻട്രൽ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ ടാക്സ് അടയ്ക്കുന്ന പൈസ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഉപകരിക്കും. കുറച്ചുകൂടെ ഈ മണി റൊട്ടേറ്റ് ആവും ഈ ഇന്ത്യക്കുള്ളിൽ, അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഈ ഒരു പൈസ റൊട്ടേറ്റ് ആവും. അതാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. 12 മുതൽ 16 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ആൾക്കാർ 15% ടാക്സ് അടയ്ക്കണം എന്നാണ്. 16 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ആൾക്കാർ 20% ടാക്സ് അടയ്ക്കണം എന്നാണ് പുതിയ നിയമം. 20 മുതൽ 24 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള ആൾക്കാർ ഏതാണ്ട് 25% ടാക്സ് അടയ്ക്കണം എന്നാണ്. ഇതിനകത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സിംഗിൾ താരിഫാണ്. അത് പാടില്ല. ശരിക്കും 30 എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ വെക്കണം അവിടെ. 30 ലക്ഷം വാർഷിക വരുമാനം 30 ലക്ഷത്തിന് കൂടുതൽ സമ്പാദിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ടാക്സ് അടയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഇപ്പം ഈ ഒരു മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു 12,75,000 വരെ വരുമാനം മേടിക്കുന്ന ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് ഒരു നഷ്ടം അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ നഷ്ടം കുറച്ചെങ്കിലും നികത്തണം എന്നുണ്ടെങ്കിൽ ഒരു സ്ലാബ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ഒരു ടാക്സിന്റെ വരുമാനം കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും ചിലപ്പം നെക്സ്റ്റ് ഫിസിക്കൽ ഇയറിൽ ഈ ഒരു തീരുമാനം കൂടെ വരാനുള്ള സാധ്യതയുണ്ട്, ഞാൻ കാണുന്നുണ്ട്. കാരണം ഇത്രമാത്രം 12,70,000 വരെയുള്ള ആൾക്കാർക്ക്, അതായത് 7 ലക്ഷം വരെയാണ് ഈ ഒരു ഇളവ് ഉണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഇരട്ടി എന്ന് പറയാം. ആ രീതിയിൽ പറയുമ്പോൾ ഏതാണ്ട് 12,70,000 വരെയാണ് കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആ വരുമാനമുള്ള ആൾക്കാർ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ ചെറിയൊരു ഗവൺമെന്റിന് നഷ്ടം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്റെ ഒരു വിലയിരുത്തലാണ്. 30 ലക്ഷത്തിന് മുകളിൽ വരുമാനം മേടിക്കുന്ന ആൾക്കാരുടെ ഒരു ഹൈ എൻഡ് താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അത് ചെയ്താൽ മാത്രമേ ഒരു ബാലൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും നഷ്ടക്കച്ചവടമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. പിന്നെ അതിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, തീർച്ചയായിട്ടും വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് 2 വീടുകൾ ഉണ്ട്, അത് നിങ്ങൾ വാടകയ്ക്ക് വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വാടക ഇനത്തിൽ നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ, ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു ബഡ്ജറ്റിന് മുമ്പ് വരെ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾക്ക് വരുമാനം അതിൽ നിന്നുള്ള വാടകയായിട്ട് നിങ്ങൾ ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് പേ ചെയ്യണം. 2.5 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. പക്ഷെ അത് ഇപ്പോൾ ഒരു 6 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് 2 വീടുണ്ട്, നിങ്ങൾ 2 വീടും കൂടെ പെർ ഇയർ ഒരു 3 ലക്ഷം വെച്ചിട്ട് 2 വീടും കൂടെ നിങ്ങൾ 6 ലക്ഷത്തിന് റെന്റിന് വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. ആ ഒരു വരുമാനത്തിന് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആണ്. ഈ വാടകയ്ക്ക് വീട് കൊടുക്കുന്ന ആൾക്കാർ ഈ ഒരു ചെറിയ ഒരു ഇളവ് അവർ സ്വന്തമായിട്ട് മുതലാക്കാണ്ട് അതിന്റെ ഒരു 50% ഈ ഒരു വാടക ഇനത്തിൽ ആ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഇളവ് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയും ചിന്തിക്കാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതായത് ഈ കുടുംബശ്രീ പദ്ധതിക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഒരു സംരംഭം ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബശ്രീ തന്നെയാണ്. ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ആ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അവൈലബിലിറ്റിയിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ലോൺ സ്കീമുകൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന തരത്തിൽ ഒരു കുടുംബശ്രീ യൂണിറ്റിൽ ഇപ്പോൾ 20 പേരാണെങ്കിൽ ആ 20 പേർക്കും കൂടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ കുറച്ചുകൂടെ ഊന്നൽ നൽകിക്കൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ കൂടിയിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വിതരണം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പൈസ കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ്. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാം. വിഷയം കൂടെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഡെലിവറി ബോയ്സ്, അതായത് ഈ ഒരു ഡെലിവറി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബോയ്സ് ഓർ ഗേൾസ്, ആരൊക്കെ ഡെലിവറി ജോലി ചെയ്യുന്നുണ്ടോ, അതായത് ഈ സൊമാറ്റോ, സ്വിഗ്ഗി ഇങ്ങനെയൊക്കെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരില്ല, അവർക്ക് ID കാർഡ് പ്ലസ് ഫ്രീ ഇൻഷുറൻസ് നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ഈ 2 വീലർ ബൈക്കിൽ രാവിലെ മുതൽ രാത്രി വരെ എന്നല്ല ഏത് നേരത്തും ഈ ഡെലിവറി ബോയ്സ് വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു ജോലിയാണ് ഈ ഡെലിവറി ബോയ് എന്നൊക്കെ പറയുന്നത്. അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ജോലിയും കൂടിയാണ് ഈ ഒരു ഡെലിവറി ബോയ് എന്നൊക്കെ പറയുന്നത്. 2 വീലറിൽ തലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പാഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ഇൻഷുറൻസ് കാർഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഉപകാരപ്രദമാണ്. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അത് നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് ടാക്സ് ഒഴിവാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ താരിഫും ടാക്സ് എല്ലാം ഒഴിവാക്കി കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 36 ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് അതിന്റെ ലിസ്റ്റിൽ. പിന്നെ എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുന്നവർക്ക് TCS ഡിഡക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിലും ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇനി അതിനകത്ത് ഇൻവോൾവ് ആകില്ല എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന ആൾക്കാർക്ക്. എഡ്യൂക്കേഷൻ ലോണൊക്കെ അറിയാമല്ലോ, ഒരുപാട് ആൾക്കാർ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് ഈ കാനഡയിലും അവിടെയൊക്കെ പോയി പഠിക്കുന്നത്. ഈ ഇത്രമാത്രം കുട്ടികൾ അവിടെ കാനഡയിലൊക്കെ പോയി പഠിക്കുന്നതിൽ ഈ ട്രൂഡോ ഒക്കെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഈ ലോൺ എടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് ഇവനൊക്കെ അറിയാമോ? അവർക്ക് ഈ ഒരു TCS ഡിഡക്ഷൻ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്. ഇനി അത് കൂടാതെ തന്നെ ഇതിന്റെ ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഫോറിൻ ഫണ്ട് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, LRS എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പിന്നീട് വരാം അതിലേക്ക്. അടുത്തൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഈ റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കുറെ പൈസ, ഈ ഓൾഡ് ഏജിലുള്ള ആൾക്കാർ, റിട്ടയർമെന്റ് കഴിഞ്ഞവരായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വകയിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായ ആൾക്കാരായിക്കോട്ടെ, അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് ഹ്യൂജ് എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് കിട്ടും, ഒരു പലിശ. ആ പലിശ എന്ന് പറയുന്നത് ഏതാണ്ട് ചിലപ്പോൾ 50,000, ചിലപ്പോൾ 1 ലക്ഷം, ചിലപ്പം അതിൽ കുറവ്. മിക്ക ആൾക്കാർക്കും വളരെ തുച്ഛമായ പൈസ ആയിരിക്കും. ഈ ബഡ്ജറ്റിന്റെ മുമ്പ് വരെ ഏതാണ്ട് 50,000 വരെ ഇൻട്രസ്റ്റ് മേടിക്കുന്ന ആൾക്കാർക്ക് ടാക്സ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതിപ്പം ഏതാണ്ട് 1 ലക്ഷമായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. 1 ലക്ഷം വരെയുള്ള ഈ ഒരു ഇൻട്രസ്റ്റ്, ഞാൻ പറഞ്ഞത് ഡെപ്പോസിറ്റ് മണി അല്ല കേട്ടോ, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ പ്രിൻസിപ്പൽ എമൗണ്ടിന് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് 50 ലക്ഷമോ 1 ലക്ഷമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ടാക്സ് അടയ്ക്കണ്ട. 1 ലക്ഷത്തിൽ കൂടുതലാണ് ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ടാക്സ് ഡിഡക്ഷൻ ഉണ്ടാവുന്നതാണ്. വയസ്സായ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ശരിക്കും പറഞ്ഞാൽ ഈ പൈസ അവർ സ്വന്തമായിട്ട് എടുത്തൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ അവർ മക്കളുടെ കൂടെ ആയിരിക്കും ജീവിക്കുന്നത്. ചിലപ്പോൾ ഈ പൈസയൊക്കെ മേടിച്ച് അവർ മക്കൾക്കൊക്കെ തന്നെയായിരിക്കും കൊടുക്കുന്നത്, മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും അവർ ചിലവാക്കുന്നത്. ചിലപ്പോൾ പേരക്കുട്ടികൾക്ക് ഒരു 500 1000 രൂപ അധികം കൊടുക്കാൻ പറ്റും. അവരത് ചിലപ്പോൾ സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നെ പൊതുവിൽ ഈ ഒരു ബഡ്ജറ്റ് വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ്, മിഡിൽ ക്ലാസ്, അതേപോലെ പുവേർട്ടി, ഇറാഡിക്കേറ്റ് പുവേർട്ടി, അതായത് ഈ ഒരു ദാരിദ്ര്യം ഒഴിവാക്കുക, പിന്നെ ഫുഡ് സെക്യൂരിറ്റി, ഈ ഒരു മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ബഡ്ജറ്റ് ഇട്ടതെന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഊന്നൽ നൽകിയിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത്, അതായത് ഈ ഒരു സിറ്റി മേഖലയിലേക്കുള്ള തള്ളിക്കയറ്റം അത് കുറച്ച് ഒഴിവാക്കിക്കൊണ്ട് വില്ലേജിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ചില ആക്ഷൻ പ്ലാനുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ബഡ്ജറ്റ് രൂപപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നെഗറ്റീവ് ഒന്നും തന്നെ ഇല്ലേ എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട് താനും. പൊതുവിൽ പോസിറ്റീവായിട്ട് വിലയിരുത്തപ്പെട്ടെങ്കിലും ചില നെഗറ്റീവ് വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ചയ്ക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു ബീഹാർ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്തതായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കേരള, അതുപോലെയുള്ള പല സ്റ്റേറ്റുകളെയും ഒഴിവാക്കിയതായിട്ടും കൂടെ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ പരാതികളൊക്കെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞു തന്നെ പോകേണ്ട വിഷയങ്ങളാണ്. ഏത് ബഡ്ജറ്റ് വരുമ്പോഴും അതിന്റെ ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ടാവും, അതുപോലെ ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എത്രമാത്രം ഈ മറ്റുള്ള സ്റ്റേറ്റുകളെയൊക്കെ അവഗണിച്ചെങ്കിലും ഈ ഒരു മിഡിൽ ക്ലാസ് എന്നുള്ള നിലയിൽ കോമൺ ആയിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ബെനിഫിറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റേറ്റ്, പാർട്ടി, പൊളിറ്റിക്കൽ അലൈൻമെന്റ് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ബെനിഫിറ്റ്, ഈ ഒരു 12,75,000 വരെയുള്ള ഒരു ടാക്സ് ഫ്രീ ബെനിഫിറ്റ് എൻറ്റയർ ഇന്ത്യൻ സിറ്റിസൺസിനും കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ആ ഒരു വിഷയം കൊണ്ട് നമുക്ക് ഹാപ്പി ആവാവുന്നേ ഉള്ളൂ. ഈ ഒരു വിഷയം കൂടെ ഈ ഒരു ബഡ്ജറ്റിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ബഡ്ജറ്റ് എംറ്റി ആയിട്ട് പർട്ടിക്കുലർ ആയിട്ട് 2-3 സ്റ്റേറ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നിലയിൽ ഇത് തള്ളപ്പെട്ടേനെ. അതിൽ നിന്നും ഈ ഒരു ബഡ്ജറ്റിനെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത് ഈ മിഡിൽ ക്ലാസിനെ ഫോക്കസ് ചെയ്തുള്ള ഈ ഒരു ടാക്സ് ഫ്രീ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ബീഹാറിനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അവന്റെ എയർപോർട്ട് വികസനം ആയിക്കോട്ടെ, IIT പണിയുന്നതായിക്കോട്ടെ, അതേപോലെ ഫുഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടും ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ, അതേപോലെ ഈ ഒരു ലോട്ടസിന്റെ സീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഒരുപാട് പദ്ധതികൾക്ക് അവിടെ ബഡ്ജറ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇലക്ഷന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഇത് കൂടുതൽ അങ്ങോട്ട് ഫോക്കസ്ഡ് ആയത് എന്നുള്ള ഇത് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഈ ഒരു നിതീഷ് കുമാർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു BJP പാർട്ടിയുടെ ഒരു കോ അലയൻസ് ആണ്. ആ ഒരു കൊലീഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ബഡ്ജറ്റിലും ഈ ഒരു ആന്ധ്രയും ബീഹാറിനെയും പരിഗണിക്കേണ്ടി വരും എന്നുള്ളത് ഇത്തവണത്തെ NDA സർക്കാരിന്റെ, അതായത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ. ഇലക്ഷൻ ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് വരുന്ന ചില വിഷയങ്ങളാണ്. അതുപോലെ ഈ ഒരു കിസാൻ പദ്ധതിയിലുള്ള ആൾക്കാർക്ക് അവർക്കൊരു കാർഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാർഡിൽ ഇതുവരെ 3.5 ലക്ഷം രൂപ വരെയാണ് ഇതുവരെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിപ്പോൾ 5 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് ആ ഒരു പരിധി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫാർമേഴ്സിന്റെ ഒരു കാർഡാണ്. ഈ ഫാർമേഴ്സിന് കടം അങ്ങനെ ആർക്കും പെട്ടെന്ന് കൊടുക്കത്തില്ല. അപ്പൊ ഈ ഫാർമേഴ്സിന് ഇങ്ങനെ ഒരു കാർഡ് ഫെസിലിറ്റിയും 5 ലക്ഷം വരെ അതിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇവർക്ക് ചില റോളിംഗ്, ചില റൊട്ടേഷൻസ് ഇതൊക്കെ നടത്താൻ വളരെ ഉപകാരപ്രദമാണ്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ലെതർ മാനുഫാക്ചറിങ്, അതായത് ചെരുപ്പ്, ബാഗ് ഉൾപ്പെടെ ലെതർ ഇൻഡസ്ട്രിയെ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനകത്ത് അതുപോലത്തെ ഫാക്ടറികൾ മാനുഫാക്ചറിംഗ് ഒക്കെ ചെയ്യുന്നു. അതുപോലത്തെ ഫാക്ടറികളൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സബ്സിഡീസ് ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. കാരണം ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ട് 22 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഇതിനകത്ത് ഏതാണ്ട് 4.4 ലക്ഷം കോടിയുടെ ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇതിൽ ഏതാണ്ട് 1.1 ലക്ഷം കോടിയുടെ എക്സ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനകത്ത്, ഈ ഒരു ലെതർ പ്രോഡക്റ്റിൽ നിന്ന് മാത്രം. ഇതിനകത്ത് ശരിയായ രീതിയിൽ എക്സ്പോർട്ടിംഗ് നടത്തി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രോജക്ട് ഇത്തവണ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ തന്നെ ലിഥിയം അയൺ ബാറ്ററിയുടെ മാനുഫാക്ചറിംഗ് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ലിഥിയം അയൺ മാനുഫാക്ചറിംഗ്, അതേപോലെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ, കാറിന്റെ ഒക്കെ ആ ഒരു ഉപയോഗത്തിനനുസരിച്ചുള്ള ബാറ്ററീസ് മാനുഫാക്ചറിംഗ് ചെയ്യാൻ താല്പര്യമുള്ള കമ്പനികൾക്കുള്ള ആപ്ലിക്കേഷൻ അവർ ക്ഷണിക്കുന്നുണ്ട്. ലോണും അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സിഡീസും കിട്ടുന്നതായിരിക്കും.
പിന്നെ ഇത് ഈ ഒരു മാനുഫാക്ചറിങ്ങിന് ടാക്സും കൂടെ ഒഴിവാക്കി തരുന്നത്. കാരണം ഈ സെൻട്രൽ ഗവൺമെന്റ് ഇത്തവണ MSME, അതായത് ചെറുകിട തൊഴിൽ വ്യവസായ സംരംഭങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബൂസ്റ്റപ്പ് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോൺ എമൗണ്ടുകൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല രീതിയിലുള്ള പ്രോജക്റ്റും അതിൻ്റെതായിട്ടുള്ള പിന്നെ പ്രൊപ്പോസൽ പ്ലാനിങ് എല്ലാം ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിനെ സമീപിക്കാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ലോൺ കിട്ടും. കഴിഞ്ഞ കാലയളവിൽ കിട്ടിയിരുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കിട്ടും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 60,000 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു നടപ്പ് വർഷത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട് ലോണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പബ്ലിക് സെക്ടർ ബാങ്ക് വഴി ലോൺ കൊടുത്ത് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല പദ്ധതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മെത്തേഡിൽ ഇൻഫ്രാസ്ട്രക്ചർ അതായത് നമ്മുടെ നാടിന്റെ റോഡ്, പാലം, ഇതേപോലത്തെ പണികളൊക്കെ ഇല്ലേ, ഇതേപോലത്തെ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ PPP മോഡൽ, അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് പാർട്ണർഷിപ്പ് വെച്ചുള്ള ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതിനുള്ളതാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ് 50 വർഷത്തേക്ക് കിട്ടുന്നത്. അതിപ്പോ ടാക്സ് ഫ്രീ ഒക്കെ കൊടുത്തു, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ പാലങ്ങളൊന്നും പൊളിഞ്ഞു വീഴാത്ത രീതിയിലുള്ള പണി കഴിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള കമ്പനി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. കാരണം കേരളത്തിലാണെങ്കിൽ നല്ല രീതിയിൽ മഴക്കെടുതി ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാട്ടർ ഫ്ലോ ഏരിയയൊക്കെ കണ്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളെ നോക്കിയും കണ്ടും വേണം ഈ ലോൺ ഒക്കെ കൊടുക്കാൻ. അല്ലെങ്കിൽ 50 വർഷമാണേ, 50 വർഷം കൊണ്ട് ഇവിടെ പണി നടക്കത്തില്ല, ഇതിന് ഇൻട്രസ്റ്റ് ചാർജും ചെയ്യാൻ പറ്റത്തില്ല, അവസാനം പൈസ മൊത്തം വെള്ളത്തിൽ പോകുന്ന അവസ്ഥയായിരിക്കും. ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഈ എടുക്കുന്ന കമ്പനികളെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസും മിഷനറീസും ഈ മോഡേൺ ഏജിൽ എങ്ങനെയാണ് റോഡൊക്കെ പണിയുന്നുള്ള, പാലങ്ങളൊക്കെ പണിയുന്ന രീതിയിലുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് വേണം ഈ ലോണൊക്കെ കൊടുക്കാൻ. നമ്മൾ ആദ്യമേ ഈ ഫാർമേഴ്സ് ബിൽ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രോർഡിനറി ബില്ലായിരുന്നു ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ഈ പഞ്ചാബിലെ ഖാലിസ്ഥാനികൾ അവന്മാരൊക്കെ ചേർന്നിട്ട് ഈ ഫാർമേഴ്സ് ബിൽ അവതരിപ്പിക്കാൻ വിട്ടില്ല. പക്ഷേ ഓരോ ബഡ്ജറ്റിലും ചെറുതായിട്ട് ഈ ഒരു ഫാർമേഴ്സ് ബിൽ അമെന്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാം, ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഗുണം, അതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഓരോ ഫാർമേഴ്സും തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഈ ഒരു മണ്ടി, ഈ ഒരു ബ്രോക്കർ എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു ആവശ്യം എന്താണെന്നുള്ളത് ശരിക്കും ഈ ഫാർമേഴ്സ് ശരിക്കും മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ യുവമാരെ സ്വമേധയാ ഒഴിവായി പോകും. അതാണ് ഇപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അതേപോലെ സ്പേസ് റിസർച്ചിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അതേപോലെ IIT സ്ഥാപനങ്ങൾക്ക് ടെക്നോളജിക്കൽ സ്റ്റഡീസിനൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. SC/ST അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ആ ഒരു കാറ്റഗറിയിൽ, ആ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 2 കോടി വരെ ബിസിനസ് ലോൺ കൊടുക്കാനുള്ള സംവിധാനവും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ജാതിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ക്ലാസിഫൈ ചെയ്ത് വെക്കുക, ഇതൊക്കെ എത്രയും വേഗം ഇന്ത്യ അവരെയൊക്കെ വരുമാനം ബേസ് ചെയ്തിട്ടുള്ള ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ ഒരു ഡിസ്ട്രിക്ട് ബേസ് ചെയ്ത് ക്യാൻസർ സെന്ററുകൾ ഓപ്പൺ ആക്കുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഫോറിൻ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഏതാണ്ട് 74% അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് അവർക്ക് നടത്താം. ഫോറിൻ ഇൻഷുറൻസ് കമ്പനികൾ ഇനി തകൃതിയായിട്ട് വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2033 5 ന്യൂക്ലിയർ പ്ലാന്റുകൾ പ്രവർത്തന സജ്ജമാക്കും എന്നാണ് പറയുന്നത്. അതേപോലെ 2047 ഏതാണ്ട് 10 ഗിഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂക്ലിയർ പ്ലാന്റുകൾ സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വരുന്ന കാഴ്ചപ്പാടാണ്. ഇതിന്റെ 2047 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ ബഡ്ജറ്റുകൾ ഇനിയും വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്രയും ലോങ് ഫോർകാസ്റ്റ് ആണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ആശയം ഇന്ത്യക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എയർപോർട്ടുകൾ കുറെ സ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് പൈസ എടുത്ത് നാട്ടിൽ നിന്ന് പൈസ എടുത്ത് പുറം രാജ്യത്തേക്ക് നടത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലിബറേഷൻ റെമിറ്റൻസ് സ്കീം ആ രീതിയിൽ അയക്കാം എന്നാണ് പറയുന്നത്. LRS എന്നാണ് പറയുന്നത്. LRS സ്കീം വഴി നിങ്ങൾക്ക് അയക്കാം. ഈ LRS സ്കീമും സച്ചിൻ ടെണ്ടുൽക്കറും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഞാൻ പറയാം. ഈ LRS സ്കീം പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നതാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ചർച്ച ചെയ്ത് ഒഴിവാക്കാം. അതുപോലെ നിങ്ങൾ NRIs ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ പുതിയ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്ന ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ വിറ്റ് ഒഴിവാക്കുമ്പോഴത്തേക്കും അതിനകത്ത് കിട്ടുന്ന ഒരു ഇൻകം, ഒരു ഷോർട്ട് ടേം ഇൻകം എന്നാണ് പറയുന്നത്. ആ ഒരു ഇൻകമിൽ നിങ്ങൾക്ക് പണ്ട് 20% ടാക്സ് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. 12% കുറച്ചിട്ടുണ്ട്. പണ്ട് 20% അടയ്ക്കണമായിരുന്നു, ഇപ്പൊ 12% കുറച്ചിട്ടുണ്ട്. നിങ്ങൾ ലോൺ എടുക്കുന്ന എമൗണ്ട് പർപ്പസ് അനുസരിച്ചാണ് ഇതിന്റെ ടാക്സ് വരിക. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്കൂൾ ഫീസ്, കോളേജ് ഫീസ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് കാശ് അയക്കുന്നെങ്കിൽ NRIs ശ്രദ്ധിക്കണം. നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് പൈസ അയക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഫോറിൻ കൺട്രിയിലേക്ക് പൈസ അയക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പൈസ നാട്ടിൽ നിന്നൊക്കെ ലോൺ എടുത്ത് അയക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാരെ കുറിച്ചാണ് അവർക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് ലോൺ എടുത്ത് അടയ്ക്കുന്നെങ്കിൽ 7 ലക്ഷം മുതൽ, ഇതിനു മുമ്പ് 7 ലക്ഷമായിരുന്നു, ഇപ്പൊ 10 ലക്ഷം വരെ നിങ്ങൾക്ക് ഈ ഒരു LRS സ്കീമിലൂടെ അയക്കാം. ഈ LRS സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ന്യൂസ് ഒന്നും വരത്തില്ല, വളരെ ഫ്രീ ആയിട്ട് ഇതിന് അയക്കാൻ പറ്റുന്ന കാര്യമാണ്. TCS ഡിഡക്ഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളത്. അത് 10 ലക്ഷം വരെ ഇപ്പൊ നിങ്ങൾക്ക് അയക്കാം എന്നുള്ളതാണ്. ഒരു സ്റ്റുഡന്റിന് 10 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് കാനഡയിലോട്ടോ UAE-ലോട്ടോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഗവൺമെന്റ് ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ദുബായിൽ മാത്രം 35% ഇന്ത്യൻ കള്ളപ്പണം ഒഴുകുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് എങ്ങനെയാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള പല രീതിയിലുള്ള ചാരിറ്റി സംഘടനകളുണ്ട്. ഈ ചാരിറ്റി സംഘടന നടത്തുന്ന കാശുകാരന്മാരെ മൊത്തം പൊക്കണം. കാരണം ഇവന്മാരെ മൊത്തം പൊക്കിയിട്ട് ഇവർക്ക് ഒരു F-16 ഫോം വെച്ചിട്ട് ഇവർക്ക് ടാക്സ് ഡിഡക്ഷൻ മേടിക്കാനുള്ള പരിപാടിയുണ്ട്. കാരണം ഇവർ ചെയ്യുന്നത് ചാരിറ്റി ആണല്ലോ.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കും. അയാളുടെ ഫണ്ട് ട്രാൻസാക്ഷൻസ് മൊത്തം അയാൾ നടത്തുന്നത് ചിലപ്പോൾ ഈ ഒരു ചാരിറ്റി സംഘടന വഴിയായിരിക്കും. കാരണം അയാൾക്ക് ടാക്സ് ഇളവ് കിട്ടും. ഈ ചാരിറ്റി സംഘടനയ്ക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ആന ചെയ്തു, ബ്ലഡ് ക്യാമ്പിംഗ് ചെയ്തു, അത് പിന്നെ ഞാൻ ആൾക്കാർക്ക് സാരി മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അരി മേടിച്ചു കൊടുത്തു, കിറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് യുവമാര് പല ഉടായ്പകൾ ഇറക്കും. എന്നിട്ട് പറയും ഞാൻ ഫിലോന്ത്രഫിസ്റ്റ് ആണ്, ഭയങ്കരമായിട്ട് സഹായം ചെയ്യുന്ന വ്യക്തികളാണ്, ടി വിയിൽ അവിടെയൊക്കെ വരും ഈ സഹായമൊക്കെ ചെയ്തുകൊണ്ട്. ഇതൊക്കെ ഈ ഒരു സംഘടന ട്രസ്റ്റ് വഴിയായിരിക്കും നടത്തുന്നത്. ഈ ട്രസ്റ്റിന് കാലാകാലമായിട്ട് F-16 എന്ന് പറഞ്ഞൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് ഒഴിവാക്കി കൊടുക്കപ്പെടും. അത് എത്ര രൂപയാണെങ്കിലും, ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ആ രീതിയിലാണ്. പിന്നെ ഈ ഒരു കാശുകാരന്മാർക്ക് അഥവാ വെളിയിൽ എങ്ങാനും ബിസിനസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു LRS സ്കീം, ഈ ഒരു ലിബറേഷൻ റെമിറ്റൻസ് സ്കീം വഴി നിങ്ങൾക്ക് കാശ് അയക്കാം. ഏതാണ്ട് $25,000 വരെ അയക്കാം മൈനർ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ എനിക്ക് പുറം രാജ്യത്തേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് നടത്താം, എന്റെ മക്കളെ വെച്ചും നടത്താം. ടാക്സും ഇങ്ങനെ ഒരു സംഭവം വരത്തില്ല. ആ രീതിയിലൊക്കെയുള്ള ചില ഫെമാ റൂൾസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഈ ഫെമാ റൂൾസിൽ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഈ ഫെമാ റൂൾസിൽ ഒരു ഇമ്പോർട്ടന്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിറ്റിസന് ഫോറിൻ കൺട്രിയിൽ എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസോ അതിന്റെ സ്റ്റേറ്റ്മെന്റോ ഒരു രീതിയിലും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. ഈവൻ നിങ്ങൾ ഇലക്ഷനിൽ നിന്നാൽ പോലും നിങ്ങളുടെ നോമിനേഷൻ പേപ്പറിന് കൂടെ ആ ഒരു ഫോറിൻ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴും നിയമം. ഈ ഒരു നിയമമൊക്കെ എന്നാണ് മാറ്റാൻ പോകുന്നത്? ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാൻ കഴിയുള്ളൂ. 35% റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ ദുബായിലൊക്കെ ഇന്ത്യൻസ് ആണ് കിടന്ന് തിളങ്ങുന്നത്. ഈ പൈസകൾ മൊത്തം കള്ളപ്പണമാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് എങ്ങനെയാണ് പോകുന്നത്? ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഒഴുക്ക് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? ഇത്രമാത്രം ഈ മിഡിൽ ക്ലാസിന്റെ ഈ മിഡിൽ ക്ലാസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റ് ഒക്കെ ഇങ്ങനെ ഇറക്കിയതുകൊണ്ടും ഇത്രമാത്രം നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് ഇറക്കുന്നത്. ഓക്കെ, മനസ്സിലായി. കാരണം ഈ ഓവറോൾ എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ എത്രമാത്രം ഗ്രോത്ത് നാട്ടിലേക്ക് ഉണ്ടാകും എന്നുള്ളതൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ മിനിസ്റ്റേഴ്സ് ആയാലും ഈ ആൾക്കാരൊക്കെ ഇരുന്ന് ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്ത് പ്രയോജനം? ഈ രീതിയിലുള്ള ലാക്കിംഗ് ഉണ്ട് ചില ഏരിയകളിൽ. ആ ഏരിയാസ് ഒക്കെ പൂർണ്ണമായിട്ട് കണ്ട് വിലയിരുത്തേണ്ടതാണ്. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. ഞാൻ പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു നിയമങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ആരും ഒഫൻഡഡ് ആവേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് പറഞ്ഞത്, സച്ചിൻ ടെണ്ടുൽക്കറിന് ഒരു കമ്പനി ഉണ്ടായിരുന്നു. 2007 അയാൾ ഒരു കമ്പനി ഫോം ചെയ്തത്, ഓഫ് കമ്പനി. അതായത് ടാക്സ് ഫ്രീ ആയിട്ട് ഓഫ് കമ്പനി, ഷെൽ കമ്പനി, പേപ്പർ കമ്പനി അയാൾ ഉണ്ടാക്കിയത്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ ഉൾപ്പെടെ പലരുടെയും ആരാധനാപാത്രമായിട്ടുള്ള വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അത്ര ഒരു സോഫ്റ്റ് ക്യാരക്ടർ, ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ച അയാൾ കളിച്ച കളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില്ലറയല്ല ഇരുന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയല്ല നമ്മളിവിടെ പറയുന്നത്, ആ വ്യക്തി ചെയ്തൊരു പ്രവൃത്തി. അതാണ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് പൈസ, ചില്ലറ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ എന്തിനാണ് ഈ ഒരു ചില്ലറ പൈസ സേവ് ചെയ്യേണ്ട ആവശ്യം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഏതാണ്ട് സാസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നാണ് ആ ഒരു കമ്പനിയുടെ പേര്. അത് രജിസ്റ്റർ ചെയ്യുന്നത് ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ് എന്നുള്ള ആ ഒരു ഓഫ് ഷോറിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് ഇതിനകത്ത് ഉള്ള ഷെയറിൽ ഏതാണ്ട് 90% ഷെയറും ഈ വീട്ടുകാർ തന്നെയാണ് മേടിച്ചു വെച്ചിരുന്നത്. അതായത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകള് അഞ്ജലി സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിൽ 60 ഷെയറുകളും. ഒരു ഷെയറിന്റെ വില എത്രയാണെന്ന് അറിയാമോ? $96,000. $96,000, ഏതാണ്ട് 1 കോടി ഇന്ത്യൻ റുപ്പി വരും ഒരു ഷെയറിന്റെ വില. സച്ചിൻ ടെണ്ടുൽക്കറിന് 30 ഷെയർ ഉണ്ടായിരുന്നു. അപ്പൊ ആകെ 90 ഷെയർ ഈ ഒരു കമ്പനിയിൽ ഇവർ മാത്രമാണ്, ഇവരുടെ തന്നെയാണ് കമ്പനി. പിന്നെ ആ ബാക്കിയുള്ള 10 ഷെയർ വൈഫിന്റെ പേരിൽ ആരെങ്കിലും ആയിരിക്കാനുള്ള സാധ്യത. ഈ 2 പേരുകൾ അതിനകത്ത് കൃത്യമായിട്ട് ആ ഡേറ്റയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവർ ഏതാണ്ട് ഈ ഒരു കമ്പനി 2016 പനാമ പേപ്പർ ഇവരുടെ പേര് ലീക്ക് ചെയ്ത്, ഇവരുടെ പേര് മാത്രമല്ല ഇന്ത്യയിലുള്ള 314 315 ആൾക്കാരുടെ പേരാണ് ലീക്ക് ചെയ്തത്. ഇവരെ കുറിച്ചുള്ള ഇവരുടെയൊക്കെ പുറകിൽ എന്തെങ്കിലും അന്വേഷണങ്ങളുണ്ടോ? ഇവരുടെയൊക്കെ പൈസകൾ എവിടെയാണ്? ഫോർ എക്സാമ്പിൾ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ എടുത്തേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അമിതാഭ് ബച്ചനൊക്കെ ഇപ്പൊ സ്വിറ്റ്സർലാൻഡിലാണ്. അതുപോലെ തന്നെ നമ്മുടെ അനിൽ അംബാനി ഉണ്ട്. അനിൽ അംബാനി എന്ന് പറഞ്ഞാൽ UK കോടതിയിൽ പോയിട്ട് ചൈനയുടെ 3 ബാങ്കുകൾ അനിൽ അംബാനിക്കെതിരെ കേസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പൈസ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പോയിട്ട് എനിക്ക് 0 ബാലൻസ് ആണ്, ഞാൻ പാപ്പരാണെന്നാണ് അനിൽ അംബാനി അവിടെ വിളിച്ച് പറഞ്ഞത്. ഏതാണ്ട് 18 ഓഫ് കമ്പനികളുണ്ട് ഈ അനിൽ അംബാനിക്ക്. ഇയാൾക്ക് $1.3 ബില്യൺ സ്വത്തുണ്ട് ഈ ഫോറിൻ കമ്പനികളിലായിട്ട്. 1.3 ബില്യൺ, മനസ്സിലായോ? 1300 ലക്ഷം കോടി ഉണ്ട് ഇയാൾക്ക് വരുമാനം. എന്നിട്ടാണ് ഇയാൾ ഞാൻ 0 ബാലൻസ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇയാൾക്ക് എന്താണ്? ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയാനുള്ളത്? ഇതിന് ശരിക്കും പറഞ്ഞാൽ നടപടിയാണ് എടുക്കേണ്ടത്. നടപടിക്രമം കൃത്യമായിട്ട് എടുക്കണം. പലരും നാട് വിട്ട് പോയിട്ടുണ്ട്, അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതിൽ ഒരു നീരവ് മോദി എന്ന് പറഞ്ഞവനൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ അഗ്രഗണ്യനാണ്. അതുപോലെ തന്നെ ഒരു കോൺഗ്രസിന്റെ ഒരു പൊളിറ്റിക്കൽ ലീഡറും കൂടെ ഉണ്ട്. അയാൾ ഇപ്പം കോൺഗ്രസിൽ ആക്റ്റീവ് ആയിട്ടുള്ള ലീഡർ അല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന അയാൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ ഓഫ് കമ്പനിയിൽ, അയാളും അയാളുടെ കുടുംബത്തിൽപ്പെട്ട 10 പേരും കൂടെ ഈ ഓഫ് കമ്പനിയിൽ മെമ്പർഷിപ്പ് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അയാളുടെ കമ്പനി ജാൻ സെഗേഴ്സ് ട്രസ്റ്റ് എന്നാണ് അയാളുടെ കമ്പനി. അയാളുടെ കുടുംബത്തിലുള്ള 10 പേരും ഇതിലെ പാർട്ട്നേഴ്സ് ആണ് ഈ ഓഫ് കമ്പനിയിലെ. ഇയാളുടെ പേര് സതീഷ് ശർമ്മ എന്നാണ്. ഇയാളുടെ പേര്. ഇയാൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ആയിരുന്നു സെൻട്രൽ ഗവൺമെന്റിൽ. ആ റോളിൽ ഇരിക്കുമ്പോഴാണ് ഈ പ്രവൃത്തിയൊക്കെ അയാൾ ചെയ്തത്. ഇന്ത്യക്കാരുടെ പൈസയൊക്കെ എവിടെ കിടക്കുന്നു പറഞ്ഞാൽ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലിസ്റ്റ് ചെയ്യേണ്ടി വരും. ഇയാൾ കേമൻ ഐലൻഡിലാണ് ഇയാളുടെ കമ്പനി ഫോം ചെയ്തത്. ഇപ്പോഴും ആ കമ്പനി നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഈ ഒരു 2016 ഈ ഒരു പനാമ പേപ്പറിൽ ഈ ഒരു ഇയാളുടെ പേര് പുറത്തു വന്നതോടുകൂടി അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ശരിക്കും രാജ്യസഭയിൽ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. എത്ര രൂപയാണ് ടാക്സ്? അത് ജനങ്ങൾക്ക് ചേരേണ്ട പൈസയാണ്. അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്.
ജനങ്ങളുടെ ഒരു ആരാധന പാത്രമല്ലേ നിങ്ങൾ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എനിവേ ഇപ്പൊ അയാൾ അത് ഡിസോൾവ് ചെയ്തു, കമ്പനി ഡിസോൾവ് ചെയ്തു. 2016 കമ്പനി അയാൾ പിരിച്ചുവിട്ടത്. പക്ഷെ അതിനുശേഷം ഈ ഒരു പൈസ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ ഡേറ്റാസും നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് അന്വേഷിക്കണമെന്നേ. ഈ പൈസ എന്ത് ചെയ്തു, ഈ പൈസ എങ്ങോട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട് പാർക്ക് ചെയ്തിരിക്കുന്നോ, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പൊ ആ ഒരു മേഖലയൊക്കെ അടച്ചാൽ മാത്രമേ ഇന്ത്യക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അനിൽ അംബാനി ആണെന്നുണ്ടെങ്കിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയെ കാണിച്ചുകൊണ്ടാണ് ലോണുകൾ പല രാജ്യങ്ങളിൽ നിന്ന് എടുത്തിട്ട് ഇവൻ ഇന്ത്യയെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ അവിടെയൊക്കെ പോയി ലോൺ എടുത്തിട്ട് മൊത്തത്തിൽ കേമൻ ഐലൻഡ്, ജെർസി, അതേപോലെ ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ്സ് ഇതേപോലത്തെ പേപ്പർ കമ്പനികൾ അവിടെ ഉണ്ടാക്കി നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ ഈ പൈസയുടെ ജൂറിസ്ഡിക്ഷൻ മാറി പോകുന്നതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓഫ്ഷോർ കമ്പനിയിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്തു, എന്റെ പൈസ ആണ്, ഈ പരാതി കൊടുക്കുന്ന ആ ഒരു രാജ്യത്തിന് പിന്നെ ഈ കേമൻ ഐലൻഡിൽ പോയിട്ട് അവിടുത്തെ ജൂറിസ്ഡിക്ഷനിൽ കിടന്ന് വേണം മത്സരിക്കാൻ. അല്ലാതെ ഈ ഒരു കേസ് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഓഫ്ഷോർ കമ്പനികളുടെയൊക്കെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് ലോക്ക്ഡ് ആണ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ഒരു രീതിയിലാണ്. പിന്നെ ഈ ഒരു മീഡിയേറ്റർ ബാങ്ക്സ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫ്ഷോർ കമ്പനിക്ക് പൈസ പോകുന്നു അല്ലെങ്കിൽ പൈസ അയക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ബാങ്കിൽ നിന്നായിരിക്കും അയക്കുന്നത്. അപ്പൊ അതിനൊരു മീഡിയേറ്റർ ബാങ്ക് ഉണ്ടാവും. ആ മീഡിയേറ്റർ ബാങ്ക് ഈ ഒരു ഓഫ്ഷോർ അക്കൗണ്ട് വെച്ചിരിക്കുന്ന ആളായിരിക്കും പറഞ്ഞു തരിക. അയാൾക്ക് ഒരു കോഡ് ഉണ്ടാവും, ഒരു 4 അക്ക 5 അക്ക കോഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡായിരിക്കും. ഈ കോഡും അവർക്ക് ഓഫ്ഷോർ കമ്പനിയിൽ പൈസ ഇടാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫിൽ ചെയ്തിട്ട് ഈ ഒരു കോഡ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ ആ ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തും. അപ്പൊ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ നടത്തുന്ന ബാങ്കുകൾ കൃത്യമായിട്ട് അറിയാം, സെൻട്രൽ ഗവൺമെന്റിന് അറിയാൻ പറ്റും, അറിയാൻ പറ്റാത്തതല്ല. പക്ഷെ അത് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് ചില നിയമങ്ങൾ ഈ ഫെമ ആക്ടിൽ മാറ്റി കുറിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ മാറ്റി കുറിച്ചു കഴിഞ്ഞാൽ, അതായത് ഇലക്ഷനിലൊക്കെ പങ്കെടുക്കാൻ വരുമ്പോഴത്തേക്കും ഈ പബ്ലിക് സർവീസിൽ പൊതുമേഖലയിൽ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർ മാൻഡേറ്ററി ആയിട്ട് അവരുടെ ഫോറിൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ആ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യണം എന്നുള്ള കാര്യം, ആ സ്വത്ത് വക കാര്യങ്ങളും കൂടെ. അയാളൊരു വ്യക്തിയാണ്, അപ്പൊ ഈ എത്ര രാജ്യത്ത് കിടന്നാലും അയാളുടെയും കൂടെ സ്വത്താണല്ലോ അത്. വേറൊരു രാജ്യത്ത് സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ അല്ലാതാവുന്നില്ല. അപ്പൊ ആ വ്യക്തിപരമായിട്ട് ആ സ്വത്ത് അയാൾ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ സ്വത്തുക്കളും, എല്ലാ സ്ഥാപന ജംഗമ സ്വത്തുക്കളിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പോളിസി ഇന്ത്യയിൽ, അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഈ വക പൈസയുടെ ഒഴുക്ക്, സാധാരണക്കാരല്ലേ 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെടുന്നതിന്, അവനൊക്കെ ഈ നിയമത്തിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഈ പണച്ചാക്കുകൾ ഇവിടെ നിന്ന് ഊറ്റിക്കൊണ്ട് പോകുന്ന ലക്ഷക്കണക്കിൽ, കോടിക്കണക്കിൽ, ബില്യൺ കണക്കിൽ പൈസ ഊറ്റിക്കൊണ്ട് പോകുന്നവനെ എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് പറയാൻ ശ്രമിച്ചത്, പക്ഷേ എന്നാൽ കുറച്ച് ടൈം ലൈൻ എടുത്തിട്ടുണ്ടാവും. കാരണം ഇത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ എന്നുള്ളതാണ്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈം എടുത്തത്. തീർച്ചയായിട്ടും ഇത്ര നേരം നിങ്ങൾ എന്റെ വീഡിയോ കേട്ടതിന് വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.